ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ചോറ് കൊണ്ടൊരു ബെറോട്ട ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ടയും പൊട്ടിച്ച് വെത്തിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്ത് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനായി നമ്മൾ മൈദ മാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഓരോ ബോളായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ എല്ലാ ബോളിലും നമ്മളൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാവിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ട് വീണ്ടും നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും കുറച്ച് മാവൊക്കെ ഇട്ടതിന് ശേഷം ഇതിനെന്താ ഇങ്ങനെ വരച്ച് വിട്ട് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഈസിയാണ് കേട്ടോ. ഒന്ന് വരച്ച് വിട്ടതിന് ശേഷം അതിനതാ മുകളിൽ നിന്നും താഴോട്ട് ഇതേപോലെ യോജിപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം തിരിച്ച് റൗണ്ട് ചെയ്ത് നമ്മളിതിനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഓയിലൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ കയ്യിലൊക്കെ ഒട്ടുന്നെങ്കിൽ ഇതേപോലെ സെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കൊടുക്കുക. അത് തന്നെ അങ്ങനെ പരന്ന് പൊക്കോളും കേട്ടോ. അതും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരെ ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക. വെന്തതിന് ശേഷം തിരിച്ച് മറിച്ചു ഓക്കെ ആക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് കൊണ്ടുള്ള ബെറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. സോഫ്റ്റും അതേപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ കടയിലെ ബെറോട്ടയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതെന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ എല്ലാം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയത് സോഫ്റ്റ് ആണെന്ന്. അതേപോലെ നമ്മൾ മുട്ടക്കറിയും കൂടെ വെച്ച് നന്നായിട്ട് സൂപ്പറായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തിട്ട് നീ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.